മഴ വന്നു, മഴക്കാലം വന്നു. ഈ മഴക്കാലം പനിക്കാലമാകാതിരിക്കുവാൻ മാരിയില്ലാത്ത ഒരു നാടിനായി നമുക്കൊരുമിക്കാം. മഴക്കാല രോഗങ്ങൾ എന്നും നമുക്കൊരു ഭീഷണിയാണ്. പ്രധാനമായും കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലമ്പനി, സിക്ക, ജന്തുജന്യ രോഗങ്ങളായ എലിപ്പനിയും ജലജന്യ രോഗങ്ങളായ വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയവയും. വിചാരിച്ചാൽ നമുക്കിവയെ തടയാനാകും. മാരിയില്ലാത്ത നാടിനായി നമുക്കൊരുമിക്കാം. അർച്ചന, 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 എന്താ അമ്മമ്മേ? അയാൾ വരാൻ പറ. അത് നമ്മുടെ ആശുപത്രിയിലെ ആശ ചേച്ചിയും സിസ്റ്റർ അമ്മമ്മേ. അമ്മൂമ്മേ, ഇവിടെ ആർക്കെങ്കിലും പനി വല്ലതും ഉണ്ടോ? അമ്മൂമ്മേ, മഴക്കാലമാണ്, കൊതുക് വളരാനുള്ള സാഹചര്യം ഭയങ്കര കൂടുതലാ. അതുമൂലം നമുക്ക് ഡെങ്കുപ്പനി എന്ന് പറയുന്ന മാരകമായ പനിയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. കൊതുക് വളരാനുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഒഴിവാക്കണം. മോളിങ്ങി ഇറങ്ങിയല്ലേ, നമുക്ക് ഈ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും വെള്ളം കെട്ടി കിടപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. മോളെ, ഇതുപോലുള്ള പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴേ അതിനകത്ത് വെള്ളം കെട്ടി നിന്ന് കൊതുക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കാൻ അനുവദിക്കരുത്. വേണ്ട, ഈ പരിസരം എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ പറക്കിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം ഇങ്ങനെ കൂട്ടിയിടാതെ ഹരിതകർമ്മ സേനക്കാർ വരുമ്പോൾ അവരെ ഏൽപ്പിക്കണം. അപ്പൊ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഡ്രൈ ഡേ ആചരിക്കണം. കൊതുകടിയിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, മലമ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയവ. അതിനാൽ തന്നെ കൊതുക് മുട്ടയിടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ചേച്ചിമാരെ, ആശുപത്രിയിലെ ജയച്ച മേഡവും ആശാ വർക്കറും കൂടെ വന്ന് വിളിക്കുന്ന. നിങ്ങളെല്ലാരും എലിപ്പനിക്കെതിരെയുള്ള ഗുളിക കഴിച്ചോ? ഒരാഴ്ചയായോ കഴിച്ചിട്ട്? അപ്പൊ ഇനി അടുത്ത കഴിക്കണ്ടേ? നാളെ കഴിക്കണം അല്ലേ? നമ്മൾ എന്തിനാ ഈ ഗുളിക കഴിക്കുന്നത്? എലിപ്പനി വരാതിരിക്കാം അല്ലെ? അത് എന്തുകൊണ്ടാ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്ന് പറയാൻ കാരണം? കാരണം നിങ്ങള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാ ജോലി ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? ഇവിടുത്തെ മണ്ണും മൂത്രം എല്ലാം, എലിമൂത്രം എല്ലാം വന്നിട്ട് എന്തായിട്ടുണ്ടാവും? മലിനമായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഗുളിക തരുന്നത്. അതിലൊക്കെ ചെറിയ മുറിവുണ്ടെങ്കിൽ ആ മുറിവ് വഴിയാ എന്ത് കയറുക? ഈ എലിപ്പനിയുടെ രോഗമാണ് കയറുക. ഇതാണ് ഡോക്സിസൈക്ലിൻ ഗുളിക. എലിപ്പനി വരാതിരിക്കാൻ വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഗുളിക. എലിപ്പനിക്കെതിരെ എലിനശീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. മലിനജലവുമായി സമ്പർക്കത്തിലേർപ്പെടുന്നവർ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കുക. എന്താ ആശുപത്രിയൊക്കെ ഈ വഴി? മഴക്കാലമല്ലേ, നിങ്ങളെയൊക്കെ കാണാൻ വന്നതാ. ഒത്തിരി അസുഖങ്ങൾ വരുന്ന സമയമല്ലേ ഇപ്പോൾ. വയറിളക്കം വന്നാൽ ORS ലൈൻ ഉപയോഗിക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കറിയാമോ? 5 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഈ പൊടി കലക്കി 24 മണിക്കൂർ വെച്ചിരുന്നിട്ട് ഉപയോഗിക്കാം. 24 മണിക്കൂർ ശേഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കരുത്. നല്ല പോലെ കൈ സോപ്പിട്ട് കഴുകിയതിനു ശേഷം മാത്രമേ, നല്ല വൃത്തിയുള്ള പാത്രത്തിൽ മാത്രമേ എടുക്കാവേ. മലിനമായ ജലത്തിലൂടെ, ആഹാരത്തിലൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലെത്തി നമുക്ക് മഞ്ഞപ്പിത്തം, കോളറ, വയറിളക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ജലജന്യ രോഗങ്ങളായ വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയവ തടയുവാനായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ആഹാരം അടച്ചുവെച്ച് സൂക്ഷിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ കണ്ടാൽ ഹോസ്പിറ്റലിലെത്തി വൈദ്യസഹായം നേടുക. മാരിയില്ലാത്ത നാടിനായി നമുക്കൊരുമിക്കാം. മാരിയില്ലാത്ത നാടിനായി നമുക്ക് ഒരുമിക്കാം. മാരിയില്ലാത്ത നാടിനായി നമുക്ക് ഒരുമിക്കാം. ഓർക്കുക, ഈ മഴക്കാലം മാരിയില്ലാ കാലമാകുവാൻ നമുക്കൊരുമിക്കാം, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം.